നമസ്കാരം. ഉത്തർപ്രദേശിൽ ചിലതൊക്കെ സംഭവിക്കാൻ പോകുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വേണമെങ്കിൽ യോഗി ആദിത്യനാഥിനെ മാറ്റിയേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരെ വരുന്നുണ്ട്. യോഗിയുമായി ഉടക്കി നിൽക്കുന്ന ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ BJP അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് യോഗിയെ ഉടൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. എന്നാൽ ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ മൗര്യ തയ്യാറായില്ല. നദ്ദ അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശിലെ BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റുന്ന പതിവ് BJPക്ക് ഉണ്ട് താനും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന UPയിൽ BJPയുടെ പ്രകടനം തീരെ ദയനീയമായതോടെയാണ് യോഗിയുടെ എതിരാളികൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിനായി ഇതാ മുറവിളി കൂട്ടി തുടങ്ങുന്നത്. അയോധ്യയിൽ പോലും പാർട്ടി തോറ്റതും പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിപക്ഷം കാര്യമായ തോതിൽ ഇടിഞ്ഞതും യോഗിയുടെ കഴിവുകേടാണ് എന്ന മട്ടിൽ പ്രചാരണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ഒരു വിഭാഗം. ഒരു പടി കൂടി കടന്ന് കഴിഞ്ഞ ദിവസം BJPയുടെ ഏകദിന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ കേശവ് പ്രസാദ് മൗര്യ പ്രസംഗിച്ചത് യോഗിക്കെതിരെ മുള്ളും മുനയും വെച്ചായിരുന്നു. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ വേദിയിലിരുത്തിയായിരുന്നു ആ പ്രസംഗം എന്ന് പറഞ്ഞത്. സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടി, അതിൻ്റെ ഘടനയ്ക്കും കേഡർ സ്വഭാവത്തിനും സർക്കാരിനേക്കാൾ പ്രാധാന്യം നൽകും. എല്ലാ മന്ത്രിമാരും MLAമാരും മറ്റു ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരെ ബഹുമാനിക്കുകയും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും വേണം. എൻ്റെ വാതിൽ എപ്പോഴും എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്നാണ് മൗര്യ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. സർക്കാരും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ അവഗണിച്ചതാണ് പരാജയത്തിന് കാരണമെന്ന് യോഗത്തിൽ മൗര്യ തുറന്നടിച്ചതായിട്ട് തന്നെയാണ് ചില മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു പോലും. എന്നാൽ അതിരുകടന്ന ആത്മവിശ്വാസമാണ് BJPയുടെ പരാജയത്തിന് കാരണമെന്നായിരുന്നു യോഗി ആ യോഗത്തിൽ വിശദീകരിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ ദുഷ്പ്രചാരണങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാത്തതും പരാജയത്തിന് കാരണമായി എന്ന് യോഗി പറയുന്നുണ്ട്. തന്നെയും സർക്കാരിനെയും വിമർശിച്ചവർക്കുള്ള മറുപടി എന്ന നിലയിലായിരുന്നു യോഗിയുടെ ആ പ്രസംഗം പോലും. തുടർന്ന് പ്രസംഗിച്ച നദ്ദ യോഗിയുടെ മികവുകളെ പ്രശംസിക്കുകയും എന്നാൽ കഴിവുകേട് തുറന്നു കാട്ടാതിരിക്കുകയും ചെയ്തു. യോഗിയും മൗര്യയും തമ്മിൽ ഏറെക്കാലമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മന്ത്രിസഭയിലും MLAമാർക്കിടയിലും മൗര്യയ്ക്കാണ് സ്വീകാര്യത എങ്കിൽ കൂടിയും സ്വകാര്യ സംഭാഷണങ്ങളിൽ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം യോഗിയുടെ പ്രവർത്തന ശൈലിയിലെ പോരായ്മയാണ് എന്ന് തന്നെ പലരും ഇതിനോടൊപ്പം വിമർശനങ്ങളുമായി എത്തിയിട്ടുമുണ്ട്. യോഗിയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിനിടയാക്കി എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു യോഗി ആദിത്യനാഥ്. ആ നിലയിലായിരുന്നു യോഗിയെ പലരും കണ്ടിരുന്നത്. എന്നാൽ ഇതിൽ പാർട്ടിയിലെ ഉന്നതരായ ചിലർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു. യോഗിയെ ഇല്ലാതാക്കാനുള്ള അവസരങ്ങൾ എല്ലാം അവർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുവരുന്നു. സംസ്ഥാനത്ത് BJPയുടെ ദയനീയമായിട്ടുള്ള പ്രകടനത്തിന് കാരണം ഇവരാണ് എന്നാണ് യോഗി അനുകൂലികൾ അടക്കം ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ സംസ്ഥാനത്ത് പാർട്ടിയുടെ ഗതി എന്താവുമെന്ന് അത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യോഗി നൽകിയതെന്നും പറയുന്നുണ്ട്. RSSുമായി ഏറെ അടുപ്പമുള്ള യോഗിയെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുക അത്ര എളുപ്പമല്ല. RSSന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് യോഗി ആദിത്യനാഥ് പ്രവർത്തിക്കുന്നത് പോലും. അടുത്തിടെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് BJPയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അത് RSS നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ നയം, ആ ബുൾഡോസർ നയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തുറന്നടിച്ചുകൊണ്ട് UPയുടെ മന്ത്രിയായിട്ടുള്ള സഞ്ജയ് നിഷാദ് പുറത്തു വന്നു. പാവങ്ങളെ പിഴുതെറിയാൻ ശ്രമിച്ചാൽ അവർ നമ്മയും വേരോടെ പിഴുതെറിയുമെന്നാണ് ആ മന്ത്രി പറയുന്നത്. NDAയുടെ ഘടകകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ തലവനാണ് സഞ്ജയ് നിഷാദ് എന്ന് പറയപ്പെടുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റ സംസ്ഥാനമാണ് UP. 2019 62 സീറ്റ് നേടിയ NDA ഇത്തവണ 33 സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് BJPക്ക് അകത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ സഖ്യകക്ഷി നേതാവും വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജയ് നിഷാദിൻ്റെ മകൻ പ്രവീൺ നിഷാദും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചവരാണ്. ബുൾഡോസറുകൾ മാഫിയയെ നേരിടാനോ റോഡുകൾ നിർമ്മിക്കാനോ വേണ്ടിയുള്ളതാണ് എന്നും 90 വർഷമായി ഒരേ സ്ഥലത്ത് താമസിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ താമസ സ്ഥലം നശിപ്പിക്കാനല്ല എന്നും നിഷാദ് മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥരാണ് ബുൾഡോസർ രാജിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ജൗൻപൂർ ജില്ലയിൽ ഒരു ഗ്രാമപ്രധാനത്തിലെ ശരിയായ പരാതി നൽകിയ ഒരു സ്ത്രീയുടെ വീട് പിന്നീട് തകർക്കപ്പെട്ട സംഭവം സഞ്ജയ് നിഷാദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാഫിയകൾക്കെതിരെയാണ് ബുൾഡോസർ ഉപയോഗിക്കേണ്ടത് എന്നും പാവപ്പെട്ടവർക്കെതിരെ ബുൾഡോസർ ഉപയോഗിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയണമെന്നും അദ്ദേഹം പറയുകയാണ്. വികസന ആവശ്യത്തിനാണെങ്കിലും
ആദ്യം ഈ പാവപ്പെട്ടവരെ ശരിയായ രീതിയിൽ പുനരധിവസിപ്പിക്കുവാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഇതുണ്ടാവുന്നില്ല എന്നാണ് സഞ്ജയ് നിഷാദിൻ്റെ വാദം. ഉത്തർപ്രദേശ് BJPയിലെ ഭിന്നത ഇങ്ങനെ രൂക്ഷമാകുന്നത് സംബന്ധിച്ച വാർത്തകൾക്കിടെ യോഗി ആദിത്യനാഥിനെതിരെ വിമർശനമുന്നയിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയെ കണ്ട് സഞ്ജയ് നിഷാദ് പിന്തുണ അറിയിക്കുകയും ചെയ്തു. സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന, പ്രവർത്തകരുടെ വേദന എൻ്റെയും വേദനയാണ്, സംഘടനയേക്കാൾ വലുതല്ല ഒരാളും, പ്രവർത്തകരാണ് അഭിമാനം എന്ന് പറഞ്ഞ് മൗര്യ എക്സിൽ ഒരു കുറിപ്പും കുറിച്ചു. ഇത് ചർച്ചയായതിന് പിന്നാലെയാണ് സഞ്ജയ് നിഷാദ് മൗര്യയെ കാണുന്നതും. OBC-കൾക്കും പട്ടികജാതിക്കാർക്കും സംവരണം ചെയ്ത സർക്കാർ ജോലികൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയത് സംബന്ധിച്ച ആശങ്കകൾ പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ആദിത്യനാഥിന് എഴുതിയ കത്ത് BJPയുടെ മറ്റൊരു സഖ്യകക്ഷിയും കേന്ദ്ര സഹമന്ത്രിയും അപ്നാദൾ നേതാവുമായിട്ടുള്ള അനുപ്രിയ പട്ടേൽ പരസ്യമായി പങ്കുവയ്ക്കുകയും ചെയ്തു. അധ്യാപക നിയമനത്തിൽ OBC സംവരണം അട്ടിമറിച്ചതും ഭരണഘടന തിരുത്തുമെന്ന പ്രസ്താവനയുമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്ന് അനുപ്രിയ പട്ടേൽ പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തുനിന്ന് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉത്തർപ്രദേശിൽ കുത്തിക്കീറുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് നടക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയപ്പെടുന്ന UPയുടെ മുഖ്യമന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനുള്ള ശ്രമങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഈ വാരണാസിയിൽ 1.5 ലക്ഷത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു. ലഭിച്ചിരുന്ന സീറ്റുകളിൽ 66 സീറ്റുകളിൽ ഇപ്പോൾ ലഭിച്ച സീറ്റുകൾ തുലോം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് BJP പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഠിക്കേണ്ടിയിരിക്കുമ്പോൾ യോഗി ആദിത്യനാഥിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു നേതാവിനെ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് BJP എത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥ് മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? മുൻപ് ത്രിമൂർത്തികളായി നിന്നിരുന്നവരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും. പക്ഷേ 2019 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2024 എത്തുന്ന സമയത്ത് യോഗി ആദിത്യനാഥും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകളുണ്ടായി. ആ ഉലച്ചിലുകളാണ് ഈ കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിൽ, അതായത് 30ഓളം പേരുടെ പേരുകളാണ് ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യോഗി ആദിത്യനാഥ് കേന്ദ്രത്തിന് അയച്ചത് നരേന്ദ്രമോദിക്കും ഈ അമിത്ഷായ്ക്കും. പക്ഷേ ആ 30 പേരുകളെയും JP നദ്ദ അടക്കമുള്ളവർ വെട്ടിനിരത്തിയതിനു ശേഷമാണ് പുതിയ സ്ഥാനാർത്ഥി പട്ടിക അവിടെ ഉണ്ടാക്കിയതും ആ സ്ഥാനാർത്ഥി പട്ടിക ഉത്തർപ്രദേശിൽ വ്യാപിച്ചത്. അങ്ങനെ ആ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ പേരിൽ വന്ന സ്ഥാനാർത്ഥികളെ നിർത്താത്തത് ഒരു കാരണമായി കാണുകയും അതിൻ പ്രകാരമാണ് ഈ UPയിൽ ഇത്തരത്തോളം വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായതും എന്നാണ് പറയപ്പെടുന്നത്. യോഗി ആദിത്യനാഥിനെതിരെ തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് യോഗി ആദിത്യനാഥിനെ പുറത്താക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേദിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.